പരിണയം. അല്പം കഴുത്തിറങ്ങിയ ബ്ലൗസിന് മുകളിലൂടി തെളിഞ്ഞു കണ്ട അവളുടെ മാറിന്റെ പകുതിയായി. വല്ലാത്തൊരു മോഹത്തോടെ അവന്റെ കണ്ണുകൾ അവളുടെ ദേഹമാകമാനം ഒഴുകി നടന്നു. ഒടുവിൽ അവളുടെ അണിവയറിൽ വന്ന് എത്തി നിന്നു. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച വയറും പുകഴ്ചുഴിയും. അവൻ അവൾക്കടുത്തേക്ക് ഭ്രാന്തമായി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരോഹി അവനെ കണ്ടത്. മുടിയിൽ ചുറ്റിയ നീളൻ ടവൽ കൊണ്ട് അവൾ ദേഹം മറച്ചു. നിങ്ങൾ എന്തിനാ ഈ മുറി വന്നത്? ഇറങ്ങു പുറത്ത്, ഇല്ലെങ്കിൽ ഞാൻ ശബ്ദം ഉണ്ടാക്കും. അവൻ അവൾക്കടുത്തേക്ക് ഓരോ അടിവെച്ചു വന്നതും അതിനനുസരിച്ച് ആരോഹി പിന്നിലേക്ക് നടന്നു. മര്യാദയ്ക്ക് പുറത്തു പോ, ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും? ഏ പറ അമ്മേ. അവൾ ശബ്ദക്കൂട്ടി വിളിക്കാൻ തുടങ്ങിയതും അവനവളുടെ വായ പൊത്തി. ഞാൻ എത്ര മോഹിച്ചിട്ടുണ്ടെന്നറിയാമോ നിന്നെ ഇങ്ങനൊന്ന് കാണാന്. എന്തായാലും അതിനൊരവസരം ഒത്തുവന്ന സ്ഥിതിക്ക് എങ്ങനെ തുടങ്ങുമല്ലേ? കണ്ണിൽ കാമം നിറച്ചുകൊണ്ട് അവൻ ചോദിക്കവേ അവൾ അവന്റെ മുഖത്തേക്ക് നീട്ടി തുപ്പി. നായേ, ഇറങ്ങടായി മുറിയുന്നു. നിമി നേരം കൊണ്ട് കയ്യിൽ തടഞ്ഞൊരു ഫ്ലവർ വേസ് അവന് നേരെ ഓങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ കണ്ണിലെ എന്തി ചെയ്യാൻ മടിക്കില്ല എന്നൊരു ഭാവം. നിറയുമെന്ന് അവൻ കരുതിയ കണ്ണുകളിൽ കണ്ട അഗ്നി, ക്രോധം. രണ്ടടി പിന്നിലേക്ക് വെച്ചുപോയി അവൻ. ദേഷ്യത്തോടെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയതും ആരോഹി ആ ഫ്ലവർ വേസ് അവന് നേർക്കെറിഞ്ഞു. അവന്റെ പുറത്ത് തട്ടി താഴെ വീണ് പല കൃഷ്ണങ്ങളായി ചിന്നിച്ചിതറി. പകയോടെ ആരോഹിയെ നോക്കി അർജുൻ. അവന്റെ തീക്ഷ്ണമായ നോട്ടം ഉള്ളിൽ ചെറിയ ഭീതി പരത്തിയെങ്കിലും അതവൾ പുറമെ പ്രകടിപ്പിച്ചില്ല. അതേസമയം തന്നെയായിരുന്നു ആരോഹിക്കുള്ള ചായയും പലഹാരവുമായി വസുധ അവിടേക്ക് വന്നത്. റൂമിന് മുൻപിൽ പൊട്ടിത്തകർന്നു കിടക്കുന്ന വേസ്റ്റ് കഷ്ണങ്ങളിലേക്കും ആരോഹിയുടെ മുഖത്തേക്കും അവരുടെ മിഴികൾ മാറി മാറി പതിഞ്ഞു. തലയെ ചുറ്റിയ ടവൽ പുതച്ച് അർജുന്റെ മുറിക്ക് നേരെ നോക്കി നിൽക്കുവാണവൾ. അവളുടെ നീണ്ടു വിടർന്ന മുടിയിൽ നിന്ന് ഊർന്നു വീണ വെള്ളത്തുള്ളികൾ അവ്യക്തമായൊരു ചിത്രം നിലത്ത് തീർത്തു. എന്തു പറ്റി ആരോഹി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല, അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് കയറി. പിന്നാലെ വസുധയും. അകത്തേക്ക് കയറിപ്പോയ ആരോഹി നേരെ പോയി ബെഡിലേക്കിരുന്നു. നനഞ്ഞ മുടിയിൽ നിന്ന് വെള്ളം ഓർന്നു ബെഡിലേക്ക് വീണു. സാധാരണ അതിലൊക്കെ വളരെ ശ്രദ്ധയുള്ള കുട്ടിയാണ് ആരോഹി. അവൾക്ക് കുറച്ച് സമയം കൊണ്ട് എന്തോ സംഭവിച്ചുവെന്ന് വസുധയ്ക്ക് മനസ്സിലായി. എന്താ മോളെ, അമ്മയോട് പറ. അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വസുധ ചോദിച്ചതും വിതുമ്പിക്കൊണ്ടവൾ അവരെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുനീരിന്റെ ചൂട് അവർക്ക് നെഞ്ചിലറിഞ്ഞു. കാര്യം പറ. അർജുനുമായി വഴക്കുണ്ടായോ മോളെ? ഇല്ല, ഞാൻ കുളിച്ചിറങ്ങി വരുമ്പോ അയാൾ ഈ മുറിയിലുണ്ടായിരുന്നു. എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ ബേസ് എടുത്തപ്പോ കഥ തുറന്നിറങ്ങിപ്പോയി. ആരോഹിയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഞെട്ടലോടെയാണ് വസുധ കേട്ടത്. അവനിത്ര വൃത്തികെട്ടവനായിരുന്നോ? വസുധ മനസ്സിലോർത്തു. മോളെ, വിഷമിക്കരുതെന്ന് അമ്മ പറയില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് അമ്മ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും. ആരോഹിയുടെ മുഖം തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ കലങ്ങിപ്പോയ കണ്ണുകളിലേക്ക് നോക്കിയാണ് വസുധ പറഞ്ഞത്. അന്നേരം കൊണ്ട് തന്നെ ചിലതൊക്കെ അവൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു. ആരോഹി, മോള് വന്ന കസേരയിലേക്ക് ഇരിക്കെ. അമ്മ മുടി ഉണക്കിയിടാം. വെറുതെ വെള്ളം തലയിൽ താഴ്ത്തി പനി പിടിപ്പിക്കണ്ട, വാ. വസുധ നിർബന്ധപൂർവ്വം വിളിച്ചപ്പോൾ ആരോഹിക്ക് നിരസിക്കാനായില്ല. അവൾ ഡ്രസ്സിംഗ് ടേബിളിന് മുൻപിൽ കിടന്ന കസേരയിലേക്കിരുന്നു. വസുധ ഹെയർ ഡ്രയർ എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുടി ഉണക്കാൻ തുടങ്ങി. കുറച്ച് സമയമെടുക്കുന്ന പണിയാണേ ആരോഹിയുടെ ഈ മുടി ഉണക്കൽ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അവൾ മുടി നനയ്ക്കാറുള്ളൂ. വസുധ കൊണ്ടുവന്ന ചായയും പലഹാരങ്ങളും തണുത്തുപോയിരുന്നു. അത് കഴിക്കാൻ അവർ അവളെ നിർബന്ധിച്ചില്ല. മോളെ, ചടഞ്ഞുകൂടിയിരിക്കാതെ നീ താഴേക്ക് വാ, വിളക്ക് വയ്ക്കണ്ടേ? ഞാൻ വരാം, അമ്മ പൊയ്ക്കോളൂ. സന്ധ്യ സമയത്ത് വീട്ടിലുള്ള സ്ത്രീകള് മുറിയടച്ചകത്തിരിക്കുന്നത് വസുധയുടെ അമ്മ സുധർമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മാത്രം വസുധ മുറിവിട്ട് ഇറങ്ങിപ്പോയി. പിന്നെയും അല്പനേരം കഴിഞ്ഞാണ് ആരോഹി താഴേക്ക് പോയത്. സന്ധ്യയ്ക്കുള്ള വിളക്ക് വയ്പ്പെല്ലാം എങ്ങനെയൊക്കെയാണോ ഒരു ചടങ്ങ് പോലെ അവൾ കഴിച്ചുകൂട്ടി. കുട്ടിക്ക് വയ്യേ? നന്നേ ചുവന്ന് കലങ്ങിക്കിടക്കുന്ന അവളുടെ കണ്ണുകളും നേർത്ത ചുവപ്പ് രാശി ബാധിച്ച മുഖവും പിന്നെ പതിവ് വർത്തമാനങ്ങളൊന്നുമില്ലാത്ത അവിടെ നിൽപ്പും കണ്ടതോടെ സുധർമ്മ ചോദിച്ചു. വയ്യ മുത്തശ്ശി, ചെറിയൊരു ജലദോഷം പോലെ. ആണോ? എങ്കിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. അവർ പറഞ്ഞപ്പോൾ മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൾ മുകളിലെ മുറിയിലേക്ക് പോയി.
അകത്ത് കയറിയപാടെ വാതിലടച്ച് കുറ്റിയിട്ടു. കുറച്ചു സമയം പോലും പുറത്ത് ചിലവഴിക്കാതെ മുഴുവൻ സമയം അവൾ മുറിയിൽ തന്നെയായിരുന്നു അന്ന്. രാത്രിയിൽ വസുധ ആഹാരം കഴിക്കാമെന്ന് വിളിച്ചെങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. അതെന്താ ആരോഗ്യ നീ ഇങ്ങനെ പറയുന്നേ? ജോലി കഴിഞ്ഞ് വന്ന ശേഷം മറ്റൊന്നും കഴിച്ചില്ലല്ലോ. വാ, ഒന്ന് ഇത്തിരിയെങ്കിലും ആഹാരം കഴിക്ക്. നിനക്കറിയാവുന്ന കാര്യമല്ലേ അത്താഴപ്പട്ടിണി കിടക്കുന്നത് മുത്തച്ഛന് ഇഷ്ടമല്ലെന്ന്. അമ്മേ, എനിക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് വിശപ്പില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ്? സത്യമായിട്ടും വിശക്കാത്തുകൊണ്ടാണ്. അവസാനത്തെ വാക്കുപോലെ ആരോഗ്യ പറഞ്ഞു നിർത്തിയപ്പോൾ വസതി ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി. എങ്കിലൊരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നു തരാം. അതെങ്കിലും കുടിക്കാമോ? വസതി ചോദിച്ചപ്പോൾ ഒരു ചെറു ചിരിയോടെ ആരോഗ്യ അവരെ നോക്കി തലയാട്ടി. പുറത്തേക്ക് ഇറങ്ങിപ്പോയി വസുധ 10 മിനിറ്റിനകം തന്നെ കയ്യിലൊരു വലിയ ഗ്ലാസ് പാലുമായി റൂമിലേക്ക് വന്നു. അതുകൂടി അല്പനേരം ഫോൺ നോക്കിയിരുന്ന പാടെ തന്നെ ആരോഗ്യം ഉറങ്ങിപ്പോയി. അടുക്കളയിലെ ജോലികളെല്ലാം ഒതുക്കിയ ശേഷം വസുധ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ആരോഗ്യയാണ്. അവർ അവളെ ഉറക്കമുണർത്താതെ തന്നെ അവൾക്കരികിലേക്ക് കയറിക്കിടന്നു. അതേസമയം സ്വന്തം മുറിയിൽ ആരോഗ്യോടുള്ള ദേഷ്യം തീരാതെ തലങ്ങും വിലങ്ങും നടക്കുവാണ് അർജുൻ. ആരോടുമുള്ള വാശി പോലെ ഇടയ്ക്ക് മേശപ്പുറത്തിരുന്ന മദ്യത്തിന്റെ കുപ്പി വായിലേക്ക് കമഴ്ത്തുന്നുമുണ്ട്. അവൻ ഉച്ച മുതൽ ഉള്ളം കാൽ വരെ തരിച്ചു. മനസ്സിൽ ആരോഗ്യോടുള്ള അമർഷവും ഇന്നവൾ തന്റെ ദേഹത്തേക്ക് ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞതുകൊണ്ടുള്ള ദേഷ്യവും എല്ലാം കൂടിയായപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് ആരോഗ്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. രാത്രി ഒരു 11 മണിയോടടുത്ത സമയത്ത് വസ്തുയും ആരോഗ്യയും ഒരുപോലെ നല്ല ഉറക്കത്തിലായിരുന്നു. ആ നേരത്താണ് ആരോഗ്യയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് വസുധ കേൾക്കുന്നത്. ആരോഗ്യ ദീർഘമായ ഉറക്കത്തിലായതിനാൽ തന്നെ അവളിതൊന്നും അറിഞ്ഞിരുന്നില്ല. വസുധ കണ്ണെത്തിച്ച് ഫോൺ നോക്കി. അർജുനട്ടൻ കോളിംഗ് എന്ന് കാണിച്ചതും അവരുടെ കണ്ണുകൾ ചുരുങ്ങി. ഇവനെന്തിനാണ് ഈ സമയം ആരോഗ്യ വിളിക്കുന്നത്? അസ്വസ്ഥതയോടെ വസുധ ഓർത്തു. അവർക്ക് വാസുദേവനെ മിസ് ചെയ്തു. അവരുടെ ഭർത്താവ് വാസുദേവൻ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. മടങ്ങി വരാൻ ഇനിയും 2-3 ദിവസം എടുക്കും. ഉറപ്പായും വാസുദേവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. വസുധ മനസ്സിലോർത്തു. ഒടുക്കവർ ആ ഫോൺ സൈലന്റിൽ ഇട്ടുകൊണ്ട് ഉറങ്ങാൻ തുടങ്ങി. അതേസമയം കുറേയേറെ തവണ വിളിച്ചിട്ടും ആരോഗ്യ കോൾ എടുക്കാതായതോടെ അർജുന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചയിലെത്തി. കലിയോടെ അവൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. കുടിച്ച മദ്യത്തിന്റെ ആലസ്യത്തിൽ അവന്റെ കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ കൃത്യമായി ആരോഗ്യയുടെ മുറിക്ക് മുൻപിലെത്തി. ആരോഗ്യയുടെ ഫോണ് സൈലന്റിൽ ഇട്ടിട്ട് കിടന്നെങ്കിലും വസുധ ഉറങ്ങിയിരുന്നില്ല. അപ്പോഴാണ് റൂമിന്റെ കതകിൽ ആരോ ശക്തമായി തട്ടുന്നത് വസുധ കേട്ടത്. അവർ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ആരോഗ്യം നോക്കി. അവൾ നല്ല ഉറക്കമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വസുധയിരുന്ന സമയത്താണ് ഡി ആരോഹി, വാതിൽ തുറക്കടി, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. പുറത്തുനിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ വസുധയ്ക്ക് മനസ്സിലായി അത് അർജുൻ തന്നെയാണെന്ന്. വാതിൽ ചവിട്ടുകയും കൈകൊണ്ടടിക്കുകയും ചെയ്യുകയാണ് അർജുൻ. എല്ലാവരും അവരവരുടെ മുറികളിലായതിനാൽ ആരും ഈ ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ആദ്യം ഡോർ തുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടും അവിടെ നിന്നുള്ള തട്ടലും മുട്ടലും അധികമായപ്പോൾ വസുധ ഡോർ തുറന്നു. ഒരു വേള ആരോഗ്യം മുൻപ് പ്രതീക്ഷിച്ച അർജുൻ ഞെട്ടി. കുടിച്ച മദ്യത്തിന്റെ വീര്യം പകുതിയും അവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇരു കൈകളും കെട്ടി കട്ടിളപ്പടിയിൽ ചാരി നിൽക്കുകയാണ് വസുധ. ഒരു വേള വസുധയെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അർജുൻ അവരെ നോക്കാനാകാതെ മുഖം കുനിച്ചു. അർജുൻ എന്താണ് ഈ സമയത്ത് ഇവിടെ? വസുധ രൂക്ഷമായി അർജുന്റെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ആരോഗ്യ കാണാൻ. പകുതി പറഞ്ഞവൻ നിർത്തിയ സമയത്ത് തന്നെ വസുധയുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. ഈ 12 മണി സമയത്തോ? ഈ അർദ്ധരാത്രിയിൽ എന്ത് അത്യാവശ്യമായിട്ടാണ്? ആരോഗ്യോട് എന്തു പറയാനുമാണ് അർജുൻ ഇങ്ങോട്ട് കയറി വന്നത്? മറുപടിയില്ലാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ് അർജുൻ. അപ്പോഴും നോക്കർജുൻ, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. അത് അപ്പച്ചി. അർജുൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ വസുധ 2 അടി പിന്നിലേക്ക് മാറി. കൈ വിടർത്തി മൂക്കിൽ കൈവച്ച് മൂക്കു പൊത്തി. നീ മദ്യപിച്ചിട്ടുണ്ടോ അർജുൻ? ശബ്ദത്തിനൊട്ടും അയവ് വരുത്താതെ തന്നെ വസുധ അർജുനോട് ചോദിച്ചു. ചെറുതായിട്ട്. അർജുന്റെ സ്വരം വളരെ താഴ്ത്തി അവൻ പറഞ്ഞു. എന്നു മുതൽ തുടങ്ങി ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ? തൽക്കാലം അപ്പച്ചി എന്നെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആരോഗ്യ വിളിക്ക്.
എനിക്ക് അവളോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. പറ്റില്ല അർജുൻ, ഈ സമയത്ത് എന്തായാലും ആരുഹിയെ വിളിക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവനാ. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് അവളോട് സംസാരിക്കാം. നീ അവളെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം നീ പോകാൻ നോക്ക്. അത്ര അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് പറയാം. പറ്റില്ല. അവളെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ അവളെ കണ്ട് അവളോട് സംസാരിച്ചിട്ട് ഞാൻ പോകൂ. അത് നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തീർപ്പ് കൽപ്പിക്കും പോലെ വസ്തു പറഞ്ഞതും വാതിൽക്ക് നിന്ന് അവരെ തള്ളി സൈഡിലേക്ക് നീക്കിക്കൊണ്ട് അർജുൻ മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചു. മുന്നും പിന്നും ചിന്തിക്കാതെ വസുത ഉറക്കം നിലവിളിച്ചു. അവരുടെ ആ നിലവിളിയിൽ അർജുനും ഭയന്നു. അപ്പച്ചി പ്ലീസ്, പതിയെ, ആരെങ്കിലും കേൾക്കും. എല്ലാരും ഇങ്ങോട്ട് വരും. അർജുൻ വസ്തുയുടെ മാപത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അറിയട്ടെ, എല്ലാരും അറിയട്ടെ നിന്റെ തനിനിറം എന്താണെന്ന്. അപ്പോഴേക്കും തന്നെ ആരോഗ്യം ഉണർന്നിരുന്നു. മുറിയിൽ അവ്യക്തമായി കേട്ട ശബ്ദങ്ങളാണ് അവളെ ഉണർത്തിയത്. കണ്ണ് തിരുമ്മി അല്പസമയം വേണ്ടി വന്നവൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാന്. പെട്ടെന്ന് അമ്മയെ വാവൊത്താൻ ശ്രമിക്കുന്ന അർജുനെയാണ് അവൾ കാണുന്നത്. അവൾ ഓടി വസ്തുയുടെ അരികിലേക്ക് വന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? അമ്മയെ വിട്ടേ. ആഹാ, നീ ഉണർന്നിതെല്ലാം കേട്ടുകൊണ്ട് കിടന്നിട്ടാണോ ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞത്? അതെന്താ ആരോഹി, ഞാൻ നിന്റെ അർജുനേട്ടനല്ലേ? അതും പറഞ്ഞുകൊണ്ട് അർജുൻ ആരോഹിക്ക് നേർക്ക് നടന്നു. അവൻ മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് ആരോഹി പിന്നിലേക്കും. വസുധ അർജുനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനൊരു കൈകൊണ്ട് അവരെ തട്ടിയെറിഞ്ഞു. വസുധ ഓടി റൂമിന് വെളിയിലേക്കെത്തി. താഴേക്ക് നോക്കി എല്ലാരെയും വിളിച്ചു. അമ്മേ, അച്ഛാ, ഓടിവായോ, എല്ലാരും ഓടിവായോ. പാതി മയക്കത്തിലായിരുന്നു എല്ലാവരും. എങ്കിലും വീടിനുള്ളിൽ നിന്ന് ഇത്രയും വലിയ ബഹളം ഓരോരുത്തരുടെയും കാതുകളിലെത്തിയതും എല്ലാവരും അവരവരുടെ മുറികൾ തുറന്നു വന്നു. ശബ്ദം കേട്ട ഇടത്തേക്ക് പാഞ്ഞു. സ്റ്റെപ്പുകൾ കയറാൻ വയ്യെങ്കിൽ പോലും കൃഷ്ണൻ മേനോനും സുധർമ്മയും കുറച്ചധികം പാടുപെട്ടാണേലും ആരോഹിയുടെ മുറിയിലേക്കെത്തി. ആ സമയം അവർ കാണുന്ന കാഴ്ച ആരോഹിയുടെ കഴുത്തിലേക്ക് കൈ ചേർത്ത് അവളുടെ തൊണ്ടക്കുഴിയിൽ വിരലുകൾ അമർത്തുന്ന അർജുനെയാണ്. ആരോഹിയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. വസുധ അവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. അർജുൻ, എന്തേ കാട്ടുന്നത്? വിടവളെ. സേതുനാഥനകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു. രക്തവർണ്ണമായിരുന്നു ആ സമയം അർജുന്റെ കണ്ണുകൾ. അവൻ കൃഷ്ണമേനോനെ മുഖമുയർത്തി നോക്കി. ഒന്നും ചിന്തിക്കാതെ കൈ നിവർത്തി അവന്റെ കവളിൽ ഒരെണ്ണം കൊടുത്തു മേനോൻ. ഇറങ്ങടാ പുറത്ത്. മുത്തശ്ശ, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവനിൽ നിന്ന് വമിച്ച മദ്യത്തിന്റെ ഗന്ധത്തിൽ നിന്ന് മേനോന് മനസ്സിലായി അവൻ സ്വബോധത്തിലല്ലെന്ന്. എടാ, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. പുറത്തേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു. അപ്പോഴേക്കും ഗായത്രിയും ശബരിനാഥനും ഓടി അവിടേക്ക് വന്നു. അയ്യോ, എന്റെ മോനെ. മേനോൻ അർജുനെ തല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അവരകത്തേക്ക് കയറിയത്. അച്ഛൻ എന്ത് പണിയാ കാണിച്ചത്? എന്തിനാ എന്റെ മകനെ തല്ലിയത്? ഗായത്രി ദേഷ്യത്തോടെ ചോദിച്ചതും രൂക്ഷമായി തന്നെ സേതുനാഥന്റെ നോട്ടം അവരിലേക്ക് പതിച്ചു. നോക്ക് ഗായത്രി, നിന്റെ മകൻ ചെയ്ത തോന്നിയാസത്തിന് ഇവനെ തല്ലുകയല്ല വേണ്ടത്. ഈ നട്ടപ്പാതിരിക്ക് ഇവൻ ആരോഗ്യമോളുടെ മുറിയിൽ എന്താ കാര്യം? ന്യായമായ ചോദ്യം. അതേസമയം വാടിക്കൊഴിഞ്ഞ് ബെഡിലിരിക്കുവാണ് ആരോഹി. വസുധ ഓടി അവൾക്ക് അരികിലേക്ക് ചെന്നു. ഒപ്പം സുധർമ്മയും അനുപമയും എല്ലാവരും ഉണ്ട്. ആരോഹിയുടെ കണ്ണുകൾ കലങ്ങി നിന്നു. അവരെല്ലാവരും മാറി മാറി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വസ്തുയുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങിപ്പൊട്ടി കരയുകയാണ് ആരോഹി. അച്ഛൻ എന്തിനാ എന്റെ മകനെ മാത്രം കുറ്റക്കാരനാക്കാൻ നോക്കുന്നത്? അർജുനെയൊന്നും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു തുടങ്ങി. ഉറപ്പായും ഈ അർദ്ധരാത്രി ഇവൻ ഈ മുറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരോഹി വാതി തുറന്നു കൊടുത്തിരിക്കും. അല്ലാതെ അവനെങ്ങനെ കയറാനാണ്? പിന്നെ അവൾ വിളിച്ചിട്ട് എന്റെ മകൻ റൂമിൽ വന്നപ്പോ കുറ്റം മുഴുവനും അർജുനായോ? ഗായത്രി അമർഷത്തോടെ നിന്ന് ചീറി. ആരോഹി അനുപമയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വസുധ ദേഷ്യത്തോടെ ഗായത്രിയുടെ മുന്നിലേക്ക് വന്ന് നിന്നു. ഏടത്തി എന്താ പറഞ്ഞത്? എന്റെ മകൾ നിങ്ങളുടെ മകനെ വിളിച്ചു കയറ്റിയെന്നോ? അത്രയ്ക്ക് അതപ്പതിച്ച് പോയിട്ടില്ല എന്റെ മോള്. കിതച്ചുകൊണ്ട് വസ്തു പറഞ്ഞു നിർത്തി. പിന്നെ എന്റെ മകനാണോ തെറ്റ് ചെയ്തത്? ഗായത്രി വല്ലാത്തൊരു തരം പാവത്തോടെ വസ്തുയെ നോക്കി ചോദിച്ചു. നിങ്ങളുടെ മകൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. നിങ്ങൾ അവന്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കി. മദ്യത്തിന്റെ രൂക്ഷഗന്ധം. ഈ തറവാട്ടിലാരും മദ്യം കഴിക്കാറില്ലല്ലോ. മാത്രമല്ല തറവാട്ടിൽ മദ്യം കയറ്റരുതെന്ന് മുൻപ് എല്ലാവരോടുമായി അച്ഛൻ പറഞ്ഞതുമാണ്, അല്ലേ?
വസുധ അത് ചോദിച്ച നിമിഷം തന്നെയാണ് ഗായത്രിമാ സത്യം അറിയുന്നത്. അർജുൻ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്. കൊല്ലാനുള്ള കലിയോടെ ഗായത്രി അർജുനെ നോക്കി. ഇനി ഈ കാര്യത്തിൽ എന്ത് ന്യായീകരണമാണ് ഏട്ടത്തിക്ക് പറയാനുള്ളത്? ഗായത്രി മിണ്ടിയില്ല. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അവർ സംസാരിച്ചു. ശരി വസുധേ, ഞാൻ സമ്മതിച്ചു. എൻ്റെ മകൻ മദ്യപിച്ചു. എങ്കിലും അവൻ എങ്ങനെ ഈ റൂമിൻ്റെ അകത്ത് വന്നു? ഇനി കഥക് ചവിട്ടിപ്പൊളിച്ചിട്ടാണ് വന്നതെന്നൊന്നും പറഞ്ഞേക്കരുത്. വസുധയെ കളിയാക്കും പോലെ ഗായത്രി സംസാരിച്ചു. നോക്ക്, ഇനി നിങ്ങളുടെ പുഴുത്ത നാവുകൊണ്ട് എൻ്റെ മകളെ കുറ്റക്കാരിയാക്കുന്ന തരത്തിൽ എന്തേലും വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്നുള്ള സ്ഥാനവും ബഹുമാനവും എല്ലാം ഞാനങ്ങ് മറക്കും. ഈ മുറിയിൽ ആരോഹിക്കൊപ്പം അർജുനും ഉണ്ടായിരുന്നു എന്നാണ് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാനും എൻ്റെ മോളും ഉറങ്ങിത്തുടങ്ങിയ സമയത്താണ് ഇവൻ ആരോഹിയുടെ ഫോണിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ചത്. ആരോഹി നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. കുറച്ചു കഴിഞ്ഞ് ഇവൻ വന്ന് കഥകിൽ തട്ടി. തുറക്കാതായപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് കഥകിൽ ചവിട്ടാൻ തുടങ്ങി. ഒടുക്കം നിവൃത്തിയില്ലാതെ ഞാനാണ് പോയി വാതിൽ തുറന്നത്. വാതിൽക്ക് നിന്ന് എന്നെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഇവൻ അകത്തേക്ക് കയറിയത്. അപ്പോഴേക്കും ആരോഗ്യം ഉണർന്നു. പിന്നെ അവന്റെ പരാക്രമം എൻ്റെ മോളോടായി. അതുമാത്രമല്ലച്ചാ, ഇന്ന് വൈകിട്ട് ആരോഹി കുളിച്ചിട്ടിറങ്ങിയ സമയത്തും ഇവൻ ഈ മുറി കയറി വാതിലടച്ചു. ഇവൾ ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞപ്പോഴാണ് ഇവൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു നടുക്കത്തോടെയായിരുന്നു ഗായത്രി അടക്കമുള്ള എല്ലാവരും വസുധ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടു നിന്നത്. ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താ അവസ്ഥ? അതൊന്നും നേരത്തെ പറയാതിരുന്നത്? മേനോൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇന്നിപ്പോൾ സത്യങ്ങൾ എല്ലാവരും കണ്ടിട്ട് പോലും ഇവിടെ പലരും കുറ്റപ്പെടുത്തിയത് എൻ്റെ മകളെയാണ്. അങ്ങനെയുള്ള ഒരിടത്ത് ഞാൻ വൈകിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആരും എൻ്റെ വാക്കുകളെ വിശ്വസിക്കില്ലായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ പറയാതിരുന്നതാ. ഗായത്രി, ഇനി ഈ കാര്യത്തിൽ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? മേനോന്റെ ശബ്ദം ഗായത്രിയുടെ നേർക്കുയർന്നു. ശബരി ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് വസുധ പറയാൻ തുടങ്ങി. തുടരും.